Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം. കേൾക്കാം, കാണാം. ഓക്കെ, കാണാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരാ ചെയ്യുന്നേ? പ്രയർ ആരാന്ന് പറഞ്ഞില്ല, എന്നാലും ഞാൻ ചെയ്യാം. മുംതാസ് അല്ലേ? മുംതാസ് ഞാൻ എന്നല്ലേ ചെയ്യാം. അതെ അതെ. ചെയ്തോളൂ. Oh my God, I love you. I thank you. Bless me, bless my parents, bless my teachers and our country. Help me to study well and make me a good teacher. Thank you. Then sign in ആരാണ്? മാം സൈനിങ് ഞാനാണ്, ബിസ്മി. ബിസ്മി. ഓക്കെ. ഞാൻ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവിതയാണ് ചൊല്ലുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി ചൂടിലട വെച്ചുണർത്തി കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. Then thought of the day. തോട്ട് ആരാ ഷെയർ ചെയ്യുന്നത്? ഞാൻ തോട്ട് ഓഫ് ഡേ. Okay. Good afternoon. Good afternoon all. The roots of education are bitter, but the fruit is sweet. Aristotle. Thank you. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ വീക്ക് ടേബിള് ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ? ടേബിൾ അല്ലേ ഡിസ്കസ് ചെയ്തത്? മറന്നുപോയോ? ആർക്കും ഓർമ്മയില്ലേ? ഫോർ ടു 5 ഇയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നോ? 4 to 5 ഇയേഴ്സ് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? നോട്ടിലൊന്നും എഴുതി വെച്ചിട്ടില്ലേ? ചെയ്തായിരുന്നു. എവിടെ വരെയാണ് എഴുതിയിട്ടുള്ളത്? Four to five. 4 to 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, then അടുത്തത് 5 ഇയേഴ്സ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. 5 years. Understands time sequence. For example, what happened first, second, or third. Carries out a series of 3 directions. Understands rhyming. Engages in conversation. Sentences can be 8 or more words in length. Uses compound and complex sentences. Describes objects. Uses imagination to create stories. Okay, page number ലോട്ട് പോയിട്ടില്ല കേട്ടോ. പേജ് നമ്പർ ഞാൻ പറയാം, നമ്മളതായിട്ടില്ല. അതായത് 5 ഇയേഴ്സ് എന്ന് പറയുന്നത് കുട്ടികള് ടൈം സീക്വൻസ് മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ്.
ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചു, അതായത് എന്താണ് ഫസ്റ്റ് സംഭവിക്കുന്നത്, രണ്ടാമത് എന്ത് സംഭവിച്ചു, ആദ്യം എന്ത് സംഭവിച്ചു, മൂന്നാമത് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങള് മനസ്സിലാക്കി എടുക്കുന്ന ഒരു പ്രായമാണെന്ത് ഈ 5 years എന്ന് പറയുന്നത്. Then carries out a series of 3 direction, അതായത് ഡയറക്ഷൻസിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണത് 5 years. Then understands rhyming, റൈമിങ്ങിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു, സംഭാഷണങ്ങളിൽ, അതായത് മറ്റുള്ളവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 8 അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള വേർഡ്സ് ലെങ്തിൽ സെന്റൻസുകളായിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കുട്ടികളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ പ്രായത്തില്. Then uses imagination to create stories. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്താണ് അവർ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നത്. കഥകളൊക്കെ പറയാനും അതുപോലെ തന്നെ ഇമാജിൻ ഉപയോഗിച്ച് അത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണത് 5 years എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിളിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കാട്ടോ. ഇനി കാണുന്നുണ്ടോ? എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയിട്ടില്ലേ? കാണാം. ആ, ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഇതിനകത്ത് ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക. ഓക്കെ, മാളവിക വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ മാളവിക? മിസ്സേ വായിച്ചു. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ മനസ്സിലായ കാര്യം?
Language, which is the ability to communicate using spoken words, distinguishes human beings from other animals. സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന കഴിവിനെയാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത്. അത് മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നു. അത് ഏതൊക്കെയാണ് താഴെ കൊടുത്തേക്കുന്നത്? ഒന്ന് ക്രൈയിങ്, പിന്നെ കൂളിംഗ്, അതായത് ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അടുത്ത കൂളിംഗ്, അതായത് കൂളിംഗ് എന്ന് പറഞ്ഞ സൗണ്ട് കുട്ടികളുടെ ത്രോട്ടിൽ നിന്ന് വരുന്ന സൗണ്ടാണ് കൂളിംഗ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് തിരുത്ത, കൂയിങ് ആണ്, കൂളിംഗ് അല്ല കേട്ടോ. കൂയിങ് ING ആണ്, COOING, കൂയിങ് ആണ് ശരിക്കും അതിനെ വേർഡ് വരിക കേട്ടോ. ഓക്കെ, എന്താണ് കൂയിങ്? കുട്ടിക്ക് ത്രോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് കൂയിങ്. കൂയിങ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ പറയുന്നത് ബാബ്ലിംഗ്, ദ ചൈൽഡ് കമ്പൈൻസ് എ വവൽ ആൻഡ് കൺസോണന്റ് സൗണ്ട്സ് ആൻഡ് റിപ്പീറ്റ് ദ കണ്ടിന്യൂസ്ലി ബാബ. അതായത് ഈ കൺസോണന്റ് സൗണ്ടും വവൽ സൗണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്ന ഇതിനെയാണ് ബാബ്ലിംഗ് ഉദ്ദേശിച്ചത്. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയും. പിന്നെ ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർ ടേക്കർ, മാ, അതായത് ഫസ്റ്റ്. പിന്നെ ആദ്യത്തെ അവര് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് മാ, പ അങ്ങനെ ആയിരിക്കും. അത് ആ കെയർ ടേക്കറിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അത് മാ, പ എന്ന്, അമ്മ, പ എന്നുള്ള. പിന്നെ പറയുന്ന സിംഗിൾ വേർഡ് സെന്റൻസ്, ബോൾ ക്യാൻ ഐ മീൻ ഐ സീ എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബാൾ ഫെൽ ഡൗൺ. അതായത് ഒറ്റ വാക്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നു. ഞാൻ പന്ത് കാണുന്നു, എന്റെ പന്ത് താഴേക്ക് വീണു, എനിക്കത് വേണം. പിന്നെ പറയുന്ന സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്, അത് പറഞ്ഞാൽ ബോൾ വേണം, പന്ത് കാണുക, അതാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഒരു ഉപാധിയാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ സിമ്പിൾ സെന്റൻസ്, അതായത് ലളിതമായ കുറെ വാക്കുകൾ. എനിക്കത് വേണം, എനിക്ക് ബോൾ വേണം. പിന്നെ പറഞ്ഞത് ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് 4 skills, namely listening, speaking, reading and writing. ഏതൊരു ഭാഷയും പഠിക്കുന്നത് 4 കഴിവുകൾ. ഒരു ലാംഗ്വേജ് പഠിക്കുന്ന നമ്മൾ 4 സ്കില്ലും കൂടാണ് അക്വയർ ചെയ്യുന്നത്. അതാണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. LSRW എന്ന് നമ്മൾ അതിനെ പറയും. A 3-year-old has a vocabulary of about 900 words, but by the time he is 6-year-old, the child has spoken vocabulary of almost 12,000 to 4,000 words. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം 900 വാക്കുകളുടെ ഒരു വൊക്കാബുലറി ഉണ്ടായിരിക്കും. എന്നാൽ 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് ഏകദേശം 12,000 മുതൽ 14,000 വേർഡ്സിന്റെ ഒരു ഡിക്ഷണറി, ഒരു വൊക്കാബുലറി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു മാളവിക. ഇപ്പൊ നമ്മൾ ടേബിളിലെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ടേബിളിലെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ടേബിൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ അനിമൽസ്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാംഗ്വേജിന്റെ മീനിങ് എന്താണ്? ഭാഷ അല്ലെ. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്.
അതായത് ചില വേർഡ്സുകൾ കൊണ്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മൃഗങ്ങളിൽ നിന്നും അതായത് ആനിമൽസിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നത് ലാംഗ്വേജ് ആണ്, അല്ലെ? നമുക്കറിയാം എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് മനുഷ്യരെ പോലെ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ മറ്റ് ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പോ അവരിൽ നിന്നും മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് താഴെ കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. നമ്മൾ ആ ടേബിൾ കണ്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് ഇവിടെ കൊടുത്ത കാര്യങ്ങളും. കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രൈയിങ് ആണ്. ഓക്കെ, അതായത് കരയാനായിട്ട് തുടങ്ങുന്നു. അതായത് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞ് കരഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ആ ഒരു സൗണ്ട് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രൈയിങ് ആണ്. ഓക്കെ, രണ്ടാമത്തതാണ് കൂയിങ് എന്ന് പറയും. കൂയിങ് എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. അതായത് അവന്റെ തൊണ്ടയിൽ നിന്ന്, അവന്റെ ത്രോട്ടിൽ നിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ചില ഞരക്കങ്ങള്, മൂളലുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെയാണ് എന്ത്, ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കുട്ടി കരയുന്നു, ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുന്നില്ല, കുട്ടി സംസാരിക്കുന്നില്ല, അല്ലെ? അവൻ ആദ്യം കരയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവന്റെ ചുറ്റുമുള്ള ആ എൻവയൺമെന്റ്, അല്ലെങ്കിൽ അവൻ അതുവരെ അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് കഴിഞ്ഞിരുന്നത്. ഒന്നും അറിയാതെ നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു, അല്ലെ? 9 മാസത്തോളം ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്ക് ഭൂമിയിലോട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയൺമെന്റുമായിട്ട് എന്താണ് ഒന്ന് കണക്ട് ആയപ്പോൾ അവന്റെ ലോകമേ മാറി. അതുകൊണ്ടാണ് ഫസ്റ്റ് അവൻ ക്രൈ ചെയ്യുന്നത്, കരയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് ചില സൗണ്ടുകൾ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ ബാബ്ലിംഗ് ദ ചൈൽഡ് കമ്പൈൻസ് എ വൊവൽ കൺസണന്റ് സൗണ്ട് ആൻഡ് റിപ്പീറ്റ്സ് കണ്ടിന്യൂസ്ലി ബാ ബാ ബാ. പിന്നീട് ബാബ്ലിംഗ് സൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൊവൽ സൗണ്ട് ഉണ്ടാവും, ഒരു കൺസണന്റ് സൗണ്ടും ഉണ്ടാവും. ഇതിനെ ചേർത്തിട്ടാണ് കുഞ്ഞു ചില വേർഡ്സുകൾ പറയുന്നത്. അതിനിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ബാ ബാ ബാ. ഓക്കെ, ബാ 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 നിങ്ങളൊന്ന് നോക്കി, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മലയാള അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് ബ പ്ലസ് ആ ചേർത്തിട്ടാണ് ബാ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത്. ക പ്ലസ് ആ ചേർത്തിട്ടാണ് കായ് എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ രണ്ട് എന്താ പറയാ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് അക്ഷരം ഉണ്ടാകുന്നതെന്ന് മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും വൊവൽ സൗണ്ട് കൺസണന്റ് സൗണ്ട് ചേർന്നിട്ടാണ് ഒരു ലെറ്റർ അവിടെ വരുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊക്കെ, എങ്ങനെയാണ് ലെറ്റർ ഉണ്ടാകുന്നതെന്ന് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ആരും പഠിച്ചിട്ടില്ലേ? മലയാളം പഠിച്ചിട്ടില്ലേ? മലയാളം പഠിക്കാത്തവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? എന്താ റിപ്ലൈ തരാത്തെ? ചോദിക്കുന്നതിന് മറുപടി പറയൂ. മേഡം എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? കേട്ടില്ല. എന്താണ് ചോദ്യം? ഒന്നും കൂടെ പറയും. എന്താ ചോദ്യം? ചോദ്യം പറയുന്നു. അതായത് നമ്മൾ ലെറ്റർ ഉണ്ടാകുന്ന, അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മലയാളത്തിലെ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ കാ എന്ന് പറയുന്ന അക്ഷരമാണ്, അല്ലെ? വ്യഞ്ജനങ്ങള് കാ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്, മാ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ്. ഇതെങ്ങനെയാ ഉണ്ടാവുന്നേ? അതായത് ഒരു വർണ്ണം, അതായത് ക എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടാകുന്നത് ക പ്ലസ് ആ ചേർക്കുമ്പോഴാണ് ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നത്. ക ഇട, എന്നിട്ട് മുകളിൽ ചന്ദ്രക്കല ഇട, പ്ലസ് ഇട, ദെൻ ആ ഇട, സീക്രട്ട് അതായത് സമം ഇട, അത് കായായി മാറും. എല്ലാ അക്ഷരങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോ ഒരു കൺസണന്റ് പ്ലസ് ഒരു വവ്വല് ചേർന്നിട്ടാണ്, അതായത് ഒരു വ്യഞ്ജനവും അതുപോലെ തന്നെ ഒരു സ്വരാക്ഷരവും ചേർന്നിട്ടാണ് ലെറ്ററുകൾ ഉണ്ടാവുക, അതായത് അക്ഷരങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടോ? ഉണ്ട് മാം, പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ.
അപ്പൊ ഇതുപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ പറഞ്ഞാല് ഒരു വൊവൽ സൗണ്ടും ഒരു കൺസണന്റ് സൗണ്ട് ചേർന്നിട്ടാണ് ഇവിടെ ലെറ്റർ ഉണ്ടാവുന്നത്. ഇപ്പൊ ബ എന്ന് പറയുന്നത് കണ്ടോ, ബ എന്ന് പറയുമ്പോ ബ് പ്ലസ് ആ ആയിട്ടാണ് വരിക. ബ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് കുട്ടി തുടക്കത്തിലെ തന്നെ സൗണ്ട്സ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ദെൻ പിന്നീട് നാലാമത്തെ പോയിന്റ് പറയുന്നത് ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർടേക്കർ മാപ്പ. പിന്നെ അവരുടെ അതായത് അവര് ആദ്യം തന്നെ അവരുടെ മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവരുടെ മീനിങ്ഫുൾ വേർഡ് എന്ന് പറയുന്നത് അവരുടെ പ്രൈമറി കെയർടേക്കറിനെ കുറിച്ചിട്ടായിരിക്കും. അതായത് അവർ ആരാണോ അവരെ നോക്കുന്നത്, അവരുടെ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ആരാണോ, അവരുടെ കെയർടേക്കർ ആരാണോ അവരെ വിളിക്കുന്നത് മാ എന്നും പാ എന്നും ആയിരിക്കുള്ളൂ. ആദ്യം തന്നെ അച്ഛ അമ്മ എന്ന് ചിലപ്പോ കുട്ടി അല്ലെങ്കിൽ ഡാഡി മമ്മി എന്ന കുട്ടി പ്രൊനൗൺസ് ചെയ്യുന്ന വരില്ല. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് മാ എന്നും പാ എന്നുമാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താണ് നിങ്ങൾ ആദ്യം വിളിച്ചിട്ടുള്ളത്? ഒന്ന് ഓർത്തു നോക്കി. എന്താണ് ആദ്യം വിളിച്ചിട്ടുള്ളത്? അമ്മ എന്നാണോ ആദ്യം വിളിച്ചത്, അല്ലെങ്കിൽ മാ എന്നാണോ? പലർക്കും പല ടൈപ്പ് ആയിരിക്കും കേട്ടോ, അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം മാ എന്നുള്ള സൗണ്ട് തന്നെ പുറത്തേക്ക് വരിക. പിന്നെ ഒരു 1.5 വയസ്സായപ്പോഴാണ് ഉമ്മ ഇങ്ങനെ ഒരു സൗണ്ട് വരും. പിന്നെ അബ്ബ, ഹസ്ബൻഡിന്റെ അബ്ബ എന്നാ വിളിക്കുക. പിന്നെ വന്ന ശബ്ദം വന്നത് കാ എന്നുള്ളതാണ്. ശബ്ദം പറയായിരുന്നോ കുഞ്ഞ്? അവര് ഇക്കാക്കാരനെ വിളിക്കാൻ വേണ്ടിട്ട് അക്ക അങ്ങനെ ആയും കായും കൂടിയിട്ട് ഒരു സൗണ്ട് വരും. എന്റെ 2 മക്കളും വിളിച്ച് ചാച്ചാന്നായിരുന്നു വിളിച്ചത്. അമ്മയും അച്ഛനും പപ്പയൊന്നും വന്നിട്ടില്ല. ചാച്ച, ഇവിടെ ഹസ്ബൻഡിന്റെ അച്ഛന് ചാച്ചാന്ന വിളിക്കുകയാണ്. അപ്പൊ ചാച്ചാന്ന 2 പേരും അങ്ങനെ വിളിച്ചു തുടങ്ങി. അല്ലേ? ചാച്ചാന്നാണ് വിളിച്ചത് അല്ലേ? ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ. എന്റെ മോള് മേന്നാ വിളിച്ചത്, മാന്നല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികൾ പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പൊ മായെന്നും പായെന്നും തന്നെ വിളിക്കണം എന്നില്ല, പല രീതിയിൽ. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് മായെന്നും പായെന്നും ആണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the next one, single word sentences. Ball can mean I see a ball, I want the ball, my ball fell down. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള വേർഡ്സ് കുട്ടി വളരെ തോറും സിംഗിൾ ആയിട്ടുള്ള വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ ബോളിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് ബോള് കാണണം, അതുപോലെ തന്നെ എനിക്ക് ബോള് വേണം, എന്റെ ബോള് താഴെ വീണു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് തുടങ്ങുന്നു. Then simple sentences, I want a ball. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ബോള് വേണം. അങ്ങനെയുള്ള വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്തത് പറയുന്നത് ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് 4 skills, namely listening, stage of telegraphic speech, want ball, see ball, speaking, reading and writing. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് 4 സ്കിൽ ആവശ്യമാണ്. ഓക്കെ, 4 സ്കില്ലുകളിലൂടെയാണ് നമ്മള് ഒരു ലാംഗ്വേജിനെ പഠിച്ചെടുക്കുക. അല്ല, ആ സ്കിൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ലിസ്ണിംഗ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ഈ 4 സ്റ്റേജുകളിലൂടെയാണ് ഒരു ഭാഷ നമ്മൾ പഠിച്ചെടുക്കുള്ളൂ. അത് ഏത് ഭാഷയായാലും, ഏത് രാജ്യത്തുള്ള ഭാഷയായാലും, ആരുപയോഗിക്കുന്ന ഭാഷയായാലും ഈ 4 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ഒരു ലാംഗ്വേജിനെ ലേൺ ചെയ്യുക. ഫസ്റ്റ് എന്താണ്? ലിസ്ണിംഗ് ആണ്. അതായത് ഒരു സെക്കൻഡ് കേട്ടോ.
അതായത് കുട്ടി ആദ്യം ഒരു ലാംഗ്വേജ് കേട്ടാണ് പഠിക്കുന്നത്. ആദ്യം മാതാപിതാക്കൾ അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ധാരാളം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നമ്മള് കുഞ്ഞാണ്, വളരെ ചെറിയ കുഞ്ഞാണെന്ന് വിചാരിക്കും, സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല, ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് കുഞ്ഞ്. ആ കുഞ്ഞിനെ നോക്കിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ആ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും, അല്ലെ? അവൻ ചെവിയിലൂടെ അത് കേൾക്കും. അങ്ങനെയാണ് കുഞ്ഞ് ആദ്യത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. അപ്പൊ ലിസ്ണിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ് കുഞ്ഞിന്റെ. ഓക്കെ, പിന്നീട് സ്പീക്കിംഗ്, പറയാനായിട്ട് തുടങ്ങും. അതായത് കേട്ട കാര്യങ്ങൾ കുഞ്ഞ് തനിയെ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് റീഡിങ്. കുറെ കാര്യങ്ങൾ, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ കഴിയുമ്പോൾ കുഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ റീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ റീഡിങ്ങിലൂടെ കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഈസ് റൈറ്റിംഗ്. അതായത് നമ്മൾ കേട്ട് പഠിച്ചു, അതുപോലെ പറഞ്ഞു പഠിച്ചു, നമ്മൾ വായിച്ചു പഠിച്ചു, അറ്റ് ലാസ്റ്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഈ 3 സ്റ്റേജും കഴിഞ്ഞാലാണ് കുട്ടി എഴുതാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ പ്രധാനമായിട്ടും 4 സ്കില്ലുകൾ ഉണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റില്. ഫസ്റ്റ് ഈസ് ലിസ്ണിംഗ്, ആൻഡ് സെക്കൻഡ് ഈസ് സ്പീക്കിംഗ്, and third one is reading, and fourth and final one is writing. Okay, clear ആണോ? നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണോ ലാംഗ്വേജ് പഠിച്ചു വന്നതെന്ന് ഓർത്തു നോക്കിയേ. ഇങ്ങനെ തന്നെയാണോ പഠിച്ചു വന്നത്? ആണ്. അതുപോലെ തന്നെ ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ വെക്കാബുലറി, അതായത് വെക്കാബുലറി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പദാവലി, അതായത് ആ കുട്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് 900 വേർഡ്സ് ആണ്. 900 വേർഡ്സുകളോളം ഒരു കുട്ടി, 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ വൊക്കാബുലറി ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി തന്നെ ഒരു 6 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 12,000 to 14,000 വരെ ആകാം. അപ്പൊ ഓരോ പ്രാവശ്യവും, അതായത് കുട്ടി വളരുന്നതിനനുസരിച്ച്, കുട്ടിയുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് വരാം? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. വൊക്കാബുലറിയിൽ ചേഞ്ചസ് ഉണ്ടാകാം. വളരും തോറും വൊക്കാബുലറി എന്താണ്? ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഓരോ സ്റ്റേജ്, അതായത് ഓരോ സ്റ്റേജ് വൈസ് കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് കുട്ടികളുടെ വൊക്കാബുലറി എങ്ങനെയാണ് ഗ്രോ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക? എങ്ങനെയാണ്? എന്തുകൊണ്ടായിരിക്കും അത്? വളരും തോറുമാണ് കുട്ടികളുടെ വൊക്കാബുലറി ഗ്രോ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കും? മാം, അപ്പോഴേക്കും അവർ കൂടുതൽ കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അവർ ലിസൺ ചെയ്യും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ കേൾക്കും, അല്ലെ? പിന്നെ കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത് അവര്? കേൾക്കുക മാത്രമാണോ ചെയ്യുന്നേ? അല്ല, അവര് ചുറ്റുപാടുള്ളതൊക്കെ കണ്ടുപഠിക്കുന്നുണ്ടോ? ചിലവര് കുട്ടികൾ കണ്ടുപഠിക്കും, കുറെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും, അല്ലെ? ചില ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് കുട്ടി ആ ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരാളൊന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് സെക്കൻഡ് പാരാഗ്രാഫ്. മൃദുല ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. മൃദുല. നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. എന്താണ് റിപ്ലൈ ഇല്ലാത്ത ചോദിക്കുന്നതിന്? സഡൻ ആയിട്ട് റിപ്ലൈ പറയണ്ടേ ചോദിക്കുമ്പോ? കുറച്ച് സമയമായതുകൊണ്ടാണോ തുടങ്ങിയിരിക്കുന്നത്? അമ്പിളി എന്താണ്? കേൾക്കുന്നില്ലേ ചോദിക്കാം. മൃദുല. ആരും കേൾക്കാത്ത പോലെ ഇരിക്കുന്നേ, ആരും റിപ്ലൈ പറയുന്നില്ല. ഞാൻ വായിക്കാം മാഡം. വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, നിങ്ങളാണ് എക്സാം എഴുതുന്നത്, ഞാനല്ല. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. Sequence of language development.
ഒന്നിച്ചിട്ട് വായിക്കുകയാണോ വേണ്ടത് മാഡം? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, ആ 14,000 വേർഡ്സ് കഴിഞ്ഞിട്ടുള്ള പാരാഗ്രാഫ് ഇല്ലേ, അത് മതി. Language development includes for skills listening, speaking, reading, and writing. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. Activities such as listening to stories, reciting rhymes, listening to record music, meditation, games such as Chinese whisper. Simon says drawing the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. The pre-reading skills include recognizing alphabets and their phonetics sounds and the phonetic sounds and the capacity to move the eye from left to right in a straight line. A love for books and eye and hand coordination. This can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit on motor development. ഓക്കെ, എന്താണ് മനസ്സിലായത് അമ്പിളി വായിച്ചിട്ട്? Four skills namely listening, speaking, reading, and writing. അത് a 3 years old has vocabulary of about 900. ഇത് അവിടെ തൊട്ടാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരും തോറും കുട്ടികളിലെ സ്കില്ല്, ശ്രദ്ധിക്കാനുള്ള കഴിവ്, സംസാരിക്കുക, വായിക്കുക, എഴുതുക, അങ്ങനെ ഓരോ സ്റ്റേജിലും ഇതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ടു ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റി, അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരും തോറും ഇങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ എഴുതാനും വായിക്കാനും പിന്നെ ഗെയിംസ് അങ്ങനെയൊക്കെ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടാനും അതിനുള്ള ശ്രദ്ധ കൊടുക്കാനും അതിനൊക്കെയുള്ള ഒരു സ്കില്ല് വരുന്ന ഒരു ടൈമാണ്. ശരിയാണോ മാഡം? ശരിയാണ്, പറഞ്ഞോളൂ. പിന്നെ സ്റ്റോറീസ് ലിസണിങ്, കഥകൾ ശ്രദ്ധിക്കുക, റൈംസ്, നമ്മള് പാട്ട്, മ്യൂസിക്, മെഡിറ്റേഷൻ, ഗെയിംസ്. ഈ ചൈനീസ് അതെന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, വായിച്ചോളൂ, അത് വിട്ട് വായിച്ചോളൂ. അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ഒരു സാഹചര്യങ്ങള് ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇങ്ങനെ ഓരോ പ്രായത്തിലും ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ വളർന്നു വരുമ്പോഴും അതിനിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കാനുള്ള കഴിവ്, അങ്ങനെ വായിക്കാനുള്ള, ഇങ്ങനെ കുട്ടികൾക്ക് ഓരോന്നും ഇങ്ങനെ ആസ്വദിക്കാനുള്ള കഴിവൊക്കെ ഇങ്ങനെ ഓരോ പ്രായത്തിലും ഇതിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രായത്തിൽ അവർ ഇങ്ങനെ ആൽഫബറ്റ്സ് ഒക്കെ അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ തുടങ്ങും. പിന്നെ ബുക്സ് നമ്മള് ലവ് ബുക്സ് പിന്നെ ഒരു ബുക്സ് ഒക്കെ ഇങ്ങനെ വായിക്കാനും അതിലെ പടങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ കുട്ടികളുടെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് മൊത്തത്തിൽ വിശദീകരിക്കാണ് കേട്ടോ മാഡം. അപ്പോ ഒരു പ്രായം കഴിഞ്ഞ് വന്നാൽ ഇപ്പൊ കുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞ് വന്നാൽ അവർക്ക് ഇങ്ങനെ പടങ്ങളൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ ഉള്ള ബുക്സ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ആനയുടെ പടമാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഇതെന്താന്ന് ചോദിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു പടത്തിന്റെ ആനയുടെ പടം, ഇത് ആനയാണ്, ഇത് എലിഫന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വിവരിച്ചു കൊടുക്കും. അപ്പൊ ഇതിന്റെ കളർ ബ്ലാക്ക് ആണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ വിവരിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് അവർക്ക് ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ വന്നു തുടങ്ങും. അപ്പൊ അതിൽ ഓരോ ഏജിലും കുട്ടികൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് വരും. അങ്ങനെ ഓരോ ഏജിലും ഇങ്ങനെ മാറ്റങ്ങൾ വരും. ചിലത് ഇങ്ങനെ സാധനങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങള്, അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ.
നമ്മൾ ഈ പറഞ്ഞല്ലോ അത് മതി. നമ്മൾ ചോദിക്കുമ്പോഴും മിണ്ടാതിരിക്കരുത്. ചോദിക്കുന്ന ആളുകൾ പറയാ കേട്ടോ. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് ഈ പറയിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും പേര് കയറാറുള്ളോ? 16 ആളുകളുള്ളോ? ചില ദിവസങ്ങളിൽ ഇത്ര ഉണ്ടാവുക. ഇതുപോലെ പറയാനോ കോഡ്സ് പറയാനൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഭയങ്കര ഈ ബാച്ച് ഭയങ്കര സ്ലോ ആണ്. തുടക്കത്തിൽ ഒരു 30 ആൾക്കാർ 30-32 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇന്ന് മൊത്തത്തിലൊരു ഡള്ളാണ്. ഇത്രയും വളരെ കുറവ് പോലെ തോന്നുന്നുണ്ട്. വളരെ കുറവായിട്ടുള്ള ആള്, അല്ലെങ്കിൽ പിന്നെയും അതാണ് ഞാൻ ആരും എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാരല്ല, നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് അതായത് നിങ്ങളും കൂടി പറഞ്ഞാലാണ് ക്ലാസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആവുക. നമ്മള് ഈ PDF മാത്രം വായിച്ച് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും പറഞ്ഞാലാണ് നമ്മുടെ എക്സാമിന് അത് യൂസ്ഫുൾ ആവുക. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 4 സ്കില്ലുകളാണെന്ന് പറഞ്ഞു. അതിനകത്ത് ലിസ്ണിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗെയിംസുകള് അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട് അല്ലെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ലെറ്റർ കാർഡ് കാണിക്കാം, അങ്ങനെയുള്ള ധാരാളം ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികളെ ലെറ്റർ പഠിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതൊരു ഗെയിം പോലെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയുള്ളൂ. അപ്പൊ അത്തരത്തില് ഉള്ള ആക്ടിവിറ്റീസും ഗെയിംസുകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അത് കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളെ കഥ കേൾപ്പിക്കുക. ഓക്കെ, എല്ലാ അച്ഛനമ്മമാരൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതായത് കഥ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? കുഞ്ഞുങ്ങൾക്ക് അത് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പൊ രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോ കഥ പറഞ്ഞു തരാനായിട്ട് പറയാ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പേടിപ്പിക്കുന്ന കഥകളൊന്നും അധികം പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. പറഞ്ഞു കൊടുക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, വളരെയധികം നോളജ് ഉള്ള അങ്ങനെയുള്ള കഥകൾ, മെസ്സേജസ് ഉള്ള കഥകളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥകൾ കേട്ട് കേട്ട് കുട്ടി നല്ലൊരു വ്യക്തിയായിട്ട് മാറും. അതും കൂടിയാണ് നമ്മൾ ഈ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാനും ഈ സ്റ്റോറീസ് സഹായിക്കും. നല്ല മെസ്സേജസ് ഉള്ള സ്റ്റോറികളൊക്കെ ആണെങ്കിൽ കുട്ടികൾ അത് കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ റെസിറ്റിംഗ്, അതായത് നമ്മുടെ പദ്യപാരായണം പോലുള്ള കാര്യങ്ങൾ, അത് നമുക്കറിയാലോ. അതായത് കുട്ടികളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ തലത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് നടത്താറുണ്ട് റെസിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് ഭാഷയിലാണോ കുട്ടി അത് ചെയ്യുന്നത് ആ ഭാഷയിൽ കുട്ടികൾക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. മലയാളം ലാംഗ്വേജിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ആണ് റെസിറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വേർഡ്സുകൾ കുട്ടികൾക്ക് കിട്ടും. ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പുതിയ പുതിയ വേർഡ്സുകളൊക്കെ കുട്ടിക്ക് കിട്ടി കുട്ടി അത് പഠിക്കുകയും കൂടുതൽ ലേൺ ചെയ്യുകയും ചെയ്യുന്നു. അതും ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു മെത്തേഡായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ റൈംസ് ചൊല്ലല്, ദെൻ ലിസണിങ് ടു റെക്കോർഡ് മ്യൂസിക്, അതായത് മ്യൂസിക് കേൾക്കുന്നതും എന്താ പറയാ, സംഗീതം കേൾക്കുന്നത്, പാട്ട് കേൾക്കുന്നത് ഒക്കെ എന്താണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ പാട്ട് കേൾക്കുന്നതും മ്യൂസിക് കേൾക്കുന്നതും ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മാത്രം ഇതിൽ വരുന്നതല്ല. നമുക്ക് കേട്ടാലോ അല്ലെങ്കിൽ പാട്ട് കേട്ടാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും അല്ലെ. ഒരു റിലാക്സേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഈ ഒരു മ്യൂസിക് കേൾക്കുന്നതുകൊണ്ട് സാധിക്കും. നിങ്ങൾ മ്യൂസിക് കേൾക്കാറുണ്ടോ? റെക്കോർഡ് മ്യൂസിക് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട് അല്ലെ. ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലെ. അപ്പൊ നമ്മുടെ സ്ട്രെസ് കുറയുന്നതായിട്ട് കാണാം.
സ്ട്രെസ് കുറയുന്നത് മാത്രമല്ല, അതിലൂടെ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ, മെഡിറ്റേഷനും എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ചില ഗെയിംസുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടാനും സാധിക്കും. ഏതൊക്കെ ഗെയിമുകളാണ്? അത് ചൈനീസ് വിസ്പർ ഉണ്ട്, അതുപോലെ തന്നെ സൈമൺ സേസ് ഉണ്ട്. 2 തരത്തിലുള്ള കളികളാണ്. ഒന്ന് ചൈനീസ് വിസ്പറും മറ്റൊന്ന് സൈമൺ സേസും. ചൈനീസ് വിസ്പർ നിങ്ങൾക്ക് അറിയാനായിട്ട് അതായത് നിങ്ങളിപ്പോ TV പ്രോഗ്രാമിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. സ്കൂളുകളിലാണ് നടത്തുന്നതെങ്കിൽ ഒരു 10 കുട്ടികളെ, നമുക്ക് എണ്ണമില്ല കേട്ടോ, അതിന് എത്ര വരെ ആവാം. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, ഒരു 10 കുട്ടികളെ എടുക്കുക. ഓക്കെ, 10 കുട്ടികള് സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിൽക്കുക. അതിന് സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ടീച്ചർ ആദ്യത്തെ കുട്ടിയുടെ കാതില് വളരെ പതുക്കെ എന്തെങ്കിലും ഒരു സെന്റൻസോ ഒരു വേർഡോ പറയും. ഓക്കെ, ഈ ആദ്യത്തെ കുട്ടി മറ്റുള്ള കുട്ടികളിലേക്ക് ഇത് പാസ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയിലേക്കും, രണ്ടാമത്തെ ആള് മൂന്നാമത്തേലേക്കും, 3-ൽ നിന്ന് 4, 4, 5, 6 അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് ആ വേർഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി ലാസ്റ്റത്തെ കുട്ടിയിലെത്തുന്നു. ഓക്കെ, ഇപ്പൊ ലാസ്റ്റത്തെ കുട്ടിയോട് ടീച്ചർ ചോദിക്കുന്നു, എന്ത് വേർഡാണ് നീ കേട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടി കറക്റ്റ് വേർഡ് പറയുവാണെങ്കിൽ ആ കുട്ടി ജയിച്ചു എന്നാണ് അർത്ഥം അതിന്. അല്ല, കറക്റ്റ് എല്ലാ വേർഡ് പറയുന്നെങ്കിൽ ഫെയിലായി. ഓക്കെ, എന്തെങ്കിലും ഒരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടിവിയിലോ മറ്റോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഞങ്ങളിപ്പോ ഈ അടുത്ത് കളിച്ചായിരുന്നു, ട്രെയിനിങ്ങിന് പോയപ്പോ കളിച്ചായിരുന്നു അല്ലെ? ഓക്കെ, അങ്ങനെ തന്നെ വേർഡ് കിട്ടാറുണ്ടോ? മനസ്സിലായില്ല എന്താണ്? അങ്ങനെ തന്നെ വേർഡ് പറയാ. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് രാമൻ കറുത്ത ഷർട്ട് ഇട്ട് മാത്രമായി. ലാസ്റ്റ് കറുത്ത കാറില് കറുത്ത ഷർട്ട് ഇട്ട് മലയ്ക്ക് ആദ്യത്തെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പറയാമോ ഒരെണ്ണം, ഏതെങ്കിലും ഒന്ന്? ഇപ്പൊ രാമനും കൂട്ടുകാരനും കറുത്ത കാറില് കറുപ്പ് ഷർട്ടും കറുപ്പ് മുണ്ടും കൊടുത്ത് മലയ്ക്ക് പോയെന്ന് പറഞ്ഞു ഒരു കുട്ടീനോട്. പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോ രാമൻ കറുപ്പ് ഷർട്ട് വരെ മാത്രമേ ഉള്ളൂ, പിന്നൊന്നും ഇല്ല. അപ്പൊ അതാണ് ചൈനീസ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മളിപ്പോ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അത് കളിക്കരുത്. ഓൺലൈനിൽ നമുക്ക് പ്രാക്ടിക്കൽ ആവില്ല, കാരണം അത് ശരിയാവില്ല. എങ്ങനെയാണ് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടില് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ കുറച്ച് പേരെ വിളിച്ചു വരുത്തിയിട്ട്, കസിൻസ് ഒക്കെ വരുമ്പോൾ, ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ, ചില കൂടിച്ചേരികളിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്, അപ്പൊ ഇതൊന്ന് കളിച്ചു നോക്കുക, നല്ല രസമായിരിക്കും. മെമ്മറി ചലഞ്ചും കൂടെ അല്ലേ? മെമ്മറി ചലഞ്ചും കൂടിയാണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗവുമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് സൈമൺ സേസ്. അത് ഇതേപോലെ പറയലല്ലാതെ ആക്ഷൻ കാണിക്കണ ഒരു വീഡിയോ കണ്ടു. ഒരു ആക്ഷൻ കാണിക്കുക, അത് ബാക്കിൽ നിൽക്കണ ആൾ അടുത്ത ആൾക്ക് കാണിക്കുക. അപ്പൊ അങ്ങനെ കാണിച്ച് ഫ്രണ്ടിൽ അത് വേറെന്തോ ആക്ഷൻ ആയിട്ടുണ്ടാവും. അത് കണ്ടു ഒരു വീഡിയോ. ഓക്കെ, ദാറ്റ് ഈസ് ചൈനീസ് വിസ്പർ കേട്ടോ. then അടുത്തത് സൈമൺ സേസ് ആണ്. സൈമൺ സേസ് എന്ന് പറഞ്ഞാല് നമ്മള് ഇതുപോലെ തന്നെ ഒരു 5 പേരെ നിർത്തിയിരിക്കുന്നു. ഒരാള് സൂപ്പർവിഷൻ കൊടുക്കാനുണ്ടാവും. അയാൾ ഒരു വാക്ക് പറയുന്നു. ആ വാക്കിന്റെ തൊട്ടു മുമ്പിലായിട്ട് സൈമൺ സേസ് എന്ന് ചേർക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു വാക്ക് പറയാം, സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് ഞാൻ പറയാണ്. അപ്പോ ബാക്കിയുള്ള ആളുകൾ, അതായത് 5 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ 5 പേരും സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊടണം. ഓക്കെ, അങ്ങനെ 5 പേരും ചെയ്താൽ 5 പേരും ജയിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ വേറൊരു വാക്ക്, കുറേയധികം വാക്കുകൾ ഉണ്ട് കേട്ടോ. സൈമൺ സേസ് ടച്ച് യുവർ ഷോൾഡർ. സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിൽ തൊടണം. അപ്പൊ ചിലവര് സൈമൺ സേസ് എന്ന് പറയാൻ വിട്ടുപോകും, ചിലവരാണെങ്കിൽ ആക്ഷൻ കാണിക്കാൻ വിട്ടുപോകും. അപ്പൊ അങ്ങനെ ഔട്ടാക്കും കുട്ടികളെ. ആ ഒരു രീതിയിൽ ഔട്ടാക്കുന്നതാണ് എന്ത്, ഈ ഒരു സൈമൺ സേസ് എന്ന് പറയുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈമൺ സേസ് ടച്ച് യുവർ ലെഗ്. സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് കാലുമ്മൽ തൊടണം. സൈമൺ സേസ് ജമ്പ്. സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സൈമൺ സേസ് മിസ്സാവാം, അല്ലെങ്കിൽ ആക്ഷൻ മിസ്സാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഒരു കളിയാണ് എന്ത്, ഈ സൈമൺ സേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? 2 തരം കളികളും ക്ലിയർ ആയോ? ഓക്കെ ആണോ?
Yes, ma'am. ഓക്കെ. സൈമൺ സീസൽ. അപ്പൊ 2 ആക്ടിവിറ്റികൾ ഗെയിംസുകളൊക്കെ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ വെക്കേഷൻ ടൈം ആണല്ലോ, ഇനി കുറച്ചും കൂടി നാള് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പൊ പിന്നെ അവരെ കിട്ടിയെന്ന് വരില്ല. ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളുടെ എന്താ പറയാ എൻവയൺമെന്റുമായിട്ട് കുട്ടികളെ കൂടുതൽ റിലേറ്റ് ചെയ്യുക. ഓക്കെ, എൻവയൺമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ട് അവിടെ. ഇപ്പോൾ ട്രീസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ബേർഡ്സ് ഉണ്ടാവാം. അപ്പൊ അതിന്റെയൊക്കെ വേർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് എൻവയൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്താല് കുട്ടികൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ആൽഫബറ്റ്സ്, ഫോണറ്റിക് സൗണ്ടുകള്, പിന്നെ അതുപോലെ തന്നെ കണ്ണ് ഇടത്തു നിന്ന് വലത്തോട്ട് ചലിപ്പിക്കുന്ന ഒരു രീതി. നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോഴും നമുക്കറിയാം കണ്ണിനെ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, ചലിപ്പിക്കുന്നത്. അല്ല, ഒരിക്കലും നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ട് പോവില്ല. എപ്പോഴും ഇടത്ത് നിന്ന് ലെഫ്റ്റ് ടു റൈറ്റിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ് പോകുന്നത് പുസ്തകം വായിക്കുമ്പോൾ. അപ്പൊ ആ രീതി കുട്ടികൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് ശീലിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ബുക്കുകളെ കൂടുതൽ പരിചയപ്പെടുത്തുക. പിന്നെ കൈയും അതുപോലെ തന്നെ കണ്ണും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്, നമ്മുടെ ഐയും ഹാൻഡും തമ്മിലുള്ള കോർഡിനേഷൻ, അത് ഇംപ്രൂവ് ചെയ്യാൻ. പിന്നെന്താ പറയാ, ഇത്തരത്തില് പല ആക്ടിവിറ്റീസുകൾ, പിന്നെ പല മെറ്റീരിയൽസ് കാണിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഈ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക, അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള ബുക്കുകൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ശീലിപ്പിക്കുക. ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. ആരും വായിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ലൈബ്രറി പോകണമെങ്കിൽ കുറെ ദൂരം പോകണം. ദൂരമുണ്ട് അല്ലേ? ഓക്കെ. ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. നിങ്ങളൊന്ന് നോക്കുക. അതായത് നമ്മള് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്കറിയാലോ ഓരോ സ്റ്റേജിലും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്ന്, ബുക്സുകള്. ഇപ്പൊ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ, നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ കളിക്കൊടുക്ക, മിന്നാമിന്നി അങ്ങനെയുള്ള ബുക്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് ബുക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കഥ, സ്റ്റോറി ബുക്ക്. ചെറിയ ചെറിയ സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞാല് കുട്ടികൾ വായിക്കാനുള്ള ആ ഒരു ഇതായിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നതാണ്, കുട്ടികൾ ആദ്യം അക്ഷരങ്ങളാണല്ലോ പഠിക്കേണ്ടത്. എന്നാൽ മാത്രമല്ലേ അവർക്ക് വേർഡ്സ് ആയിട്ട് അത് വായിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതായത് നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കളിക്കുടുക്ക, അതുപോലെ തന്നെ മിന്നാമിന്നി, ഇങ്ങനെയുള്ള ബുക്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനകത്ത് കുറേയധികം പസിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗെയിംസുകൾ ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കളിക്കുടുക്കയിലും മിന്നാമിന്നിയിലും കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? പറയാനായിട്ട് പറ്റും. വായിച്ചിട്ടുണ്ടോ? കളിക്കുടുക്ക വായിച്ചിട്ടുണ്ട്? അതൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികളെ കൂടുതൽ രസിപ്പിക്കുന്ന രീതിയിലല്ലേ അവരത്, എന്താ പറയാ, അതിന്റെ ഒരു പാറ്റേൺ വരുന്നത് അങ്ങനെയല്ലേ? പസിലുകളുണ്ടാവും. പിന്നെ അതുപോലെ വഴി അല്ലെ, വഴി കാണിക്കാനായിട്ട് നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ പ്രാക്ടിക്കൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറയും. അത് നമ്മുടെ വഴി കാണിക്കുന്നത് പോലുള്ള ഒരു സംഭവമാണ്. കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ആ പാത്ത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ്. അതുപോലെ കുട്ടികളുടെ കൈയുടെ വഴക്കം ശരിയാവുന്നതിന്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ റെഡി ആവുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബോർഡാണത്. അപ്പൊ ഇത്തരത്തിലുള്ള പല പല ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുക ചെയ്യുന്നത്. പിന്നെ അതുപോലെ പേജ് കവറില് പടത്തിന്റെ ചിത്രം അത് കണ്ടിട്ട് അതിന് ഇതായിട്ട് ഒരു കഥ എഴുതാൻ പറഞ്ഞിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു പണ്ട്. കുറെ കാലമായി ഞാൻ എന്റെ മോള് ചെറുതാവുമ്പോ. അതില് അമ്മമാർക്കുള്ള മത്സരമായിരുന്നു. കളിക്കുടുക്കയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കളിക്കുടുക്ക എപ്പോഴും വാങ്ങിയിരുന്നു, എല്ലാ ആഴ്ചയും വാങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങള് അതിന് ഉണ്ടാക്കിയിട്ട് ഒരു കഥ എഴുതിയിട്ട് അയച്ചു കൊടുത്തു കളിക്കുടുക്കയിലേക്ക്. എന്നിട്ട് അതിന് പ്രൈസ് കിട്ടി. ഒരു കളിപ്പാട്ടവും പിന്നെ ഒരു സർട്ടിഫിക്കറ്റും വന്നു, കഥ എഴുതി അയച്ചു കൊടുത്തിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി സ്റ്റേജ്, അതായത് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ അത് മാറും അല്ലെ? കുഞ്ഞുങ്ങളുടെ വായിക്കുന്ന രീതി മാറും. ഇപ്പൊ കളിക്കുടുക്ക വായിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നേരെ ബാലരമയിലോട്ട് പോകും.
ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളില്? നിങ്ങളിൽ തന്നെ നോക്കിയാൽ മതി. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് ആ ബുക്സുകളോട് താല്പര്യമില്ലാണ്ടാവും അല്ലെ. പിന്നെ കുറച്ചും കൂടി വലുതായിട്ടുള്ള, അതായത് ബാലരമ, ബാലഭൂമി അങ്ങനെയുള്ള ബുക്സുകളായിരിക്കും കൂടുതലായിട്ട് കുഞ്ഞു വായിക്കുക. ഓക്കെ, അതിനകത്ത് പല കഥകൾ പിന്നെ വായിക്കില്ല മാഡം, സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോഴത്തെ ഇപ്പൊ കുട്ടികൾ കുട്ടികൾക്ക് വായനാശീലം നല്ലോണം കുറഞ്ഞു. പണ്ട് നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ ബാലരമ, ബാലഭൂമി, പൂമ്പാറ്റ അതൊക്കെ വായിച്ചിരുന്നില്ലേ? നമുക്കന്ന് ഫോണ് ഉപയോഗം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായിക്കല് കുറവാ. നമ്മളത് എന്റെ മോള് നോക്കി വായിക്കും. സ്റ്റോറി ബുക്ക് വാങ്ങണമെന്ന് മാത്രം. ആലീസ് ഇൻ വണ്ടർലാൻഡ് അതുപോലുള്ള ബുക്സ്. അതുപോലുള്ള ബുക്സുകൾ വായിക്കും അല്ലെ? എവിടെ പോകുമ്പോ പറയും സ്റ്റോറി ബുക്ക് വാങ്ങിക്കുവോ. വാങ്ങിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ എന്താ പറയാ, അവര് കുറച്ചും കൂടി അവർക്ക് അതിനകത്തെ കഥകൾ വായിക്കാനായിട്ട് അറിയാം, അവർക്ക് അക്ഷരങ്ങൾ അറിയാം, വേർഡ്സ് കൂട്ടി വായിക്കാൻ അറിയാൻ പറ്റും. അപ്പോ അവർക്ക് ചെറിയ ബുക്കുകളെ ആശ്രയിക്കേണ്ടി വരില്ല. ഇത്തരത്തിലുള്ള വലിയ ബുക്കുകൾ അവർക്ക് കൊടുത്താൽ അവർ വായിക്കും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു ഹൈസ്കൂൾ തലത്തിലൊക്കെ എത്തുമ്പോഴാണ് കുട്ടി ലൈബ്രറി കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ലൈബ്രറി ബുക്സ് കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും വായിക്കുന്നതൊക്കെ ആ ഒരു ഹൈസ്കൂൾ തലത്തിൽ എത്തുമ്പോഴാണ്. അപ്പൊ കുട്ടിയുടെ എന്താ പറയാ ബുക്കിന്റെ സ്വഭാവമേ മാറും. കുട്ടികൾ കൂടുതൽ കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും, കവിതകൾ വായിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങും. ശരിക്കും പറഞ്ഞാല് കുട്ടികൾക്ക് നമ്മള് കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു ബുക്കാണ്. ഒരു ബുക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നു അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കാറുണ്ട്, ഡ്രസ്സ് മേടിച്ചു കൊടുക്കാറുണ്ട്, ചോക്ലേറ്റ്സ് കൊടുക്കാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് കൊടുക്കുന്നതിനോടൊപ്പം ഒരു ബുക്കെങ്കിലും നിർബന്ധമായിട്ട് എല്ലാ വർഷവും കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടിയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ റീഡിങ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് ചെയ്തു നോക്കാം എല്ലാവരും കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ഒരു ബുക്കല്ല ഒരു വർഷം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു ബുക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. അത് അവന്റെ എന്താ പറയാ ആ ഒരു ഓവറോൾ ഒരു ചേഞ്ച് ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം കൂടുതലുള്ളവരാണ് അല്ലെ. മൊബൈൽ ഫോൺ, ടി വി അല്ല മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോ അതൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ നമ്മള് ഇപ്പൊ നമുക്ക് തന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്കും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ലൈബ്രറിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ അവരുടെ ആ ലോകം, ആ വേൾഡ് തന്നെ ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ, ചിലപ്പോ സക്സസ് ആയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ നമ്മളും വായിക്കുക. ഒരു കുഞ്ഞിന്റെ മാഷിന്റെ ഒരു കോട്ടില്ലേ, എന്താണ് ആ കോട്ട് കുഞ്ഞിന്റെ മാഷ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചാൽ വളരും, വളയും. അങ്ങനെയാണല്ലേ. അപ്പൊ അത്രയും അധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ റീഡിങ്ങിന്. ഓക്കെ, അതായത് നമ്മ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. അത് കൂടാതെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നതും കാണാൻ പറ്റും. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു ശൈലി ആയിരിക്കില്ല ബുക്ക് വായിക്കുന്ന ഒരാൾ സംസാരിക്കുന്നത് കേട്ടോ. രണ്ട് വ്യക്തികൾ എടുക്കുകയാണെങ്കിൽ ഒരാള് ഒട്ടും ബുക്ക് വായിക്കാത്ത ഒരാള് നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇംഗ്ലീഷ് മലയാളം ബുക്സ് ഒക്കെ വായിക്കാറുണ്ട് വിചാരിക്കാം. ഇവരുടെ സംസാരത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാകും. കാരണം ബുക്ക് വായിക്കാത്ത ഒരാളെ നോർമൽ ആയിട്ടുള്ള രീതിയിലായിട്ടാണ് സംസാരിക്കുക. എന്നാൽ ബുക്ക് വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഭാഷയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ആരാണ് സൈൻ ഔട്ട് ചെയ്യുക? സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യാൻ ആരുമില്ല. മാം ഞാൻ സൈൻ ഔട്ട് ചെയ്യാം. മാം എന്നെ നേരത്തെ വിളിച്ചപ്പോ മോള് ചെയറിന്റെ അടിയിൽ കാല് വെച്ചിട്ട് ഞാൻ അത് നോക്കാൻ പോയതാണ്. എനിക്ക് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. ഞാനും മോള് മാത്രം, എനിക്ക് ഇടയ്ക്ക് എപ്പോഴും പോവേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല, പറഞ്ഞല്ലോ.
ഓക്കെ മാം, ഇന്നത്തെ മാമിന്റെ ക്ലാസ് വളരെ അശ്വതി മാമിന്റെ ക്ലാസ് വളരെ ക്ലിയർ ആയിരുന്നു. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് മാം ഇന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായത്. ഒരു കുട്ടി കരയുന്നത് തൊട്ട് ആ കുട്ടി നമ്മളൊക്കെ എഴുതുന്ന വരെയുള്ള ഒരു സ്റ്റേജാണ് അതിന്റെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം ഒരു കുട്ടി കരയുന്നു, അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. രണ്ടാമത്തത് കൂയിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. ത്രോട്ടിൽ നിന്ന് അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ്. അടുത്ത ബാബ്ലിംഗ് ആണ്. കുട്ടി ഒരു കോൺസണന്റ് സൗണ്ടും ഒരു വവൽ സൗണ്ടും ചേർത്ത് പറയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുന്നു. അതൊരു മീനിങ് ഫുൾ ആയ വേർഡായിട്ട് മാ എന്നും പായെന്നും ഡാ എന്നും ഉള്ള വാക്കൊക്കെ ആയി മാറുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അടുത്തത് സിംഗിൾ വേർഡ്സ്, ബോൾ എന്നൊക്കെ അവർ പറയും. അത് അതിന്റെ മീനിങ് ചിലപ്പോൾ ബോൾ പോയിന്നോ ബോൾ വേണമെന്നോ എന്നൊക്കെയുള്ള അർത്ഥങ്ങളായിരിക്കും അവരതിൽ മീൻ ചെയ്യുന്നത്. അതിനുശേഷമുള്ളത് സിമ്പിൾ സെന്റൻസുകൾ അവർ പറയാൻ തുടങ്ങും. അത് ഐ വാണ്ട് മിൽക്ക്, ഐ വാണ്ട് ബോൾ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവർ പറയാൻ തുടങ്ങും. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ 4 സ്റ്റേജുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 900 വേർഡ്സ് ആയിരിക്കും. പിന്നെ 6 ഇയേഴ്സ് ഉള്ള അത് 3 ഇയേഴ്സിൽ നിന്ന് 6 ഇയേഴ്സിലേക്ക് വരുമ്പം 12,000 മുതൽ 14,000 വരെയുള്ള വേർഡ്സിലേക്ക് അവർ ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതിന് കുട്ടികളെ ഒത്തിരി സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, റൈംസുകൾ അവരെ കേൾപ്പിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക, മ്യൂസിക്കുകൾക്ക് അവർക്ക് എല്ലാം അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക. പിന്നെ മാം ഇന്ന് പറഞ്ഞിട്ടുള്ള പോലെ ചൈനീസ് വിസ്പർ, പിന്നെ സൈമൺസ് വേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഗെയിമുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ രീതിയിലൊക്കെ അവരുടെ വേർഡ്സ് വൊക്കാബുലറി കൂട്ടാൻ വേണ്ടി കഴിയും. പിന്നെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ബുക്കുകൾ കൊടുക്കുക. അതുവഴി അവരുടെ വൊക്കാബുലറി മാത്രമല്ല അവരുടെ മെന്റൽ ഡെവലപ്മെന്റും കൂടെ പ്രാപ്തമാകും എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നത്. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ലെസൺ. താങ്ക് യു മൃദുല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.